മനുഷ്യ വന്യജീവി സംഘർഷം കാരണം ഇന്ന് രാജ്യത്ത് ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഗൗരവമായ വിഷയമായി വന്യജീവി ആക്രമണങ്ങൾ മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2019 മുതൽ 2023 വരെ ആനയുടെയും കടുവയുടെയും ആക്രമണത്തിൽ രാജ്യത്ത് 3076 പേരാണ് കൊല്ലപ്പെട്ടത്. 5 വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ രാജ്യത്ത് 349 പേരാണ് മരിച്ചത്. പകുതിയിലേറെ മരണവും BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലാണ്. പിന്നാലെ ഉത്തർപ്രദേശുമുണ്ട്. ദുരന്തത്തിൽ നിന്ന് ജനതയെ സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഊർജമാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. വനമേഖലയോട് ചേർന്ന് ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനമായിട്ടും വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ മാതൃകയായി കേരളം. പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ മരണസംഖ്യ 6ലേക്ക് പിടിച്ചു നിർത്തി. ഈ കാലയളവിൽ 2727 പേർ രാജ്യത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. BJP ഭരിക്കുന്ന ഒഡീഷയിലാണ് കൂടുതൽ, 624 പേർ. പിന്നാലെ ജാർഖണ്ഡ് 474, പശ്ചിമ ബംഗാൾ 436, ആസാം 383 എന്നിവയുണ്ട്. എന്നാൽ കേരളത്തിൽ അത് 124 മാത്രമാണ്. പൂജ്യത്തിൽ പിടിച്ചു കെട്ടാനുള്ള പദ്ധതികൾ കേരളം നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും വിലങ്ങുതടിയാകുന്നത് 1972 കേന്ദ്ര വനം വന്യജീവി നിയമമാണ്. അതിനെ മറികടക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാനം തയ്യാറായത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിച്ച കേന്ദ്ര നിയമത്തിലെ ഭേദഗതി ബിൽ പാസ്സായാൽ ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ ഉടൻ കൊല്ലാൻ ചീഫ് വൈൽഡ് വാർഡന് ഉത്തരവിടാൻ കഴിയും. പട്ടിക 2 വന്യമൃഗത്തിന്റെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാം. ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ ആക്രമണകാരികളായ ക്ഷുദ്രജീവികളെ കൊല്ലാനാകും. സോളാർ വൈദ്യുതി വേലി, കിടങ്ങ് നിർമ്മാണം, അതിർത്തി മതിലുകൾ തുടങ്ങിയവ സ്ഥാപിക്കാനും മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ 10 മിഷനുകൾ രൂപീകരിക്കാനും സംസ്ഥാനത്തിന് സാധിച്ചു. ആനത്താര വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാത എന്നിവ നിരീക്ഷിച്ച് പ്രതിരോധം ഒരുക്കി. സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമയബന്ധിതമായി ഇടപെടാൻ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒഴിവാക്കാനും അവയ്ക്ക് ആവശ്യമായ ജലം, ഭക്ഷണം എന്നിവയുടെ ലഭ്യത വനത്തിൽ ഉറപ്പുവരുത്താനും പദ്ധതി ആരംഭിച്ചു. വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ 45 ദിവസം നീളുന്ന സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുമായി വനം വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. സെപ്റ്റംബർ 16 മുതൽ 30 വരെയുള്ള 1ാം ഘട്ടത്തിൽ മലയോര മേഖലയിലെ പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് തുറക്കും. പൊതുജനങ്ങൾക്ക് പരാതിയും അപേക്ഷയും നൽകാൻ പെട്ടി സ്ഥാപിക്കും. സോളാർ വൈദ്യുതി വേലി, അതിർത്തി മതിൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനുമാകും. പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പഞ്ചായത്ത് തല സമിതി രൂപീകരിച്ച് വിവരശേഖരണം നടത്തും. പരാതികളിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വാരാവലോകനം നടത്തും. നടപടി തൃപ്തിയല്ലെങ്കിൽ സമിതി ചെയർമാനെ അറിയിക്കാം. ഒക്ടോബർ 1 മുതൽ 15 വരെയുള്ള 2ാം ഘട്ട പരിപാടിയിൽ MLA മാർ പങ്കാളികളാകും. നടത്തിപ്പ് ചുമതല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കാണ്. 16 മുതൽ 3ാം ഘട്ടം മന്ത്രിമാരും വകുപ്പ് മേധാവികളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്കും പങ്കാളികളാകാം. സംഘർഷബാധിത പ്രദേശങ്ങളെ ക്ലസ്റ്ററുകളാക്കും. 300 പഞ്ചായത്തുകളിലാണ് സംഘർഷബാധിതം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ അത്രയേറെ ഗൗരവതരമായാണ് കേരളം സമീപിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ നടപടികൾ.